ഗുഡ് ആഫ്റ്റർനൂൺ. മിസ് ആദ്യം മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ മൂന്നാമത്തെ ലെസൺ ആയിരുന്നു കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാ പഠിക്കുന്നത്? മദർ തെരേസയെ പറ്റിയാണ്. അപ്പോ 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ഏത് ദിവസം? 1997 സെപ്റ്റംബർ 5. അന്ന് എന്താ ഉണ്ടായത്? സംഭവിച്ചേ? ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനം. ലോകത്തോട് യാത്ര പറയുക പറഞ്ഞ എന്താ അർത്ഥം? എന്താ അർത്ഥം? മരണപ്പെടുക. മരണപ്പെടുക. ഓക്കെ, മരണപ്പെടുക. മദർ തെരേസ മരിച്ച ദിവസമായിരുന്നു 1997 സെപ്റ്റംബർ 5. പിന്നെന്താ? സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ, അല്ലെ? ദയാമയി പറഞ്ഞാണ് ദയുള്ളവള്, അല്ലെ? ദയുള്ളവളായ ഈ അമ്മ മദർ തെരേസ എന്ത് ചെയ്തു? സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി അവരുടെ സ്നേഹവും സേവനം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത് ചെയ്തു കൊടുക്കുന്ന, അല്ലെ? സഹായിക്കുന്നു. ഓക്കെ. പിന്നെയോ പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ആര്? ദയാമയ്യ ഈ അമ്മ, അതായത് മദർ തെരേസ. ഓക്കെ, അതാണ് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. 1997 സെപ്റ്റംബർ 5 ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനമായിരുന്നു അന്ന്. സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും, ലോകം ഒട്ടുക്കും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് പറയാം. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു ആരുടേത്? മദർ തെരേസയുടേത്, അല്ലെ? വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ബൈബിൾ എങ്ങനെയാ ഹന്ന? എനിക്കറിയാം. യെസ്, പറഞ്ഞോ. ജോസി പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഓക്കെ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമാണ്, അല്ലെ? വിശുദ്ധ ബൈബിള് പോലെ പരിശുദ്ധമായ ബൈബിളിന്റെ പരിശുദ്ധത, അല്ലെ? അതാണ് പറയുന്നത്, അല്ലെ? വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം ചോദ്യം ചോദിക്കണേ. അതാരാ പറഞ്ഞേ? നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടെ. മദർ തെരേസയുടെ മനസ്സ് എങ്ങനെയായിരുന്നു? വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു, അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും? പരിശുദ്ധമായിരിക്കും, അല്ലെ? ഓക്കെ. പിന്നെയോ അതുപോലെ ആയിരുന്നു ആരുടെ മനസ്സ്? മദർ തെരേസയുടേത്. എന്റെ സഹോദരൻ ഏറ്റവും എളിയവന് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. മനസ്സിലായോ? എന്റെ സഹോദരൻ ഏറ്റവും എളിയവന് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു, അല്ലെ? അവരങ്ങനെയായിരുന്നു ജീവിച്ച്. പാവങ്ങളിലും നിരാലംബരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. പാവങ്ങളിലും, അതായത് പാവപ്പെട്ടവരിലും രോഗികളിലും പിന്നെ നിരാലംബരിലും. നിരാലംബർ എന്ന് പറഞ്ഞാൽ ആരാ? ആരോരുമില്ലാത്തവര്, അല്ലെ? നിരാലംബർ ആരോരുമില്ലാത്തവരാണ്. ആരും തുണയായി ഇല്ലാത്തവരാണ് നിരാലംബർ. നിരാലംബരിലും പാവങ്ങളിലും, പാവപ്പെട്ടവരിലും പിന്നെന്താ? രോഗികളിലും, രോഗമുള്ളവരുണ്ടാവുമല്ലോ, അവരിലും എന്ത് കണ്ടു? ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. അതായത് അദ്ദേഹം, മദർ തെരേസ എന്താ കണ്ടത്? ദൈവത്തെ തന്നെയായിരുന്നു ഈ പാവങ്ങളിലും ആശ്രയമില്ലാത്തവരിലും രോഗികളിലും ഒക്കെ എന്താ മദർ തെരേസ കണ്ടത്? ദൈവത്തിനെ തന്നെയാണ് കണ്ടത്. ക്രിസ്തുവിന്റെ തിരുമുഖം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആയിട്ട് ഞാൻ തോന്നിയതെന്ന് അർത്ഥം. അപ്പൊ ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യും? പൂജിക്കും, ആരാധിക്കും, സ്നേഹിക്കും ഒക്കെ ചെയ്യും, അല്ലെ? അതുപോലെ ആയിരുന്നു രോഗികളെയും
പാവങ്ങളെയും രോഗികളെയും നിരാലംബരെയും ഒക്കെ മദർ തെരേസ കണ്ടത്. ആസന്നമരരായ സഹോദരങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖയെ പോലെ അവർ പറഞ്ഞെത്തി. മാലാഖ പറഞ്ഞ എന്താ? ഏഞ്ചൽ. മാലാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഞ്ചൽ. ഏഞ്ചലിന്റെ പേരാണ്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഖ എന്ന് അർത്ഥം അല്ലെ? ഏഞ്ചൽ പോയാ. ഓക്കെ, അപ്പോ മാലാഖയെ പോലെ എത്തി അല്ലേ? ആര്? ഏഞ്ചലിനാ? നീ മാലാഖേനെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? എത്ര പ്രാവശ്യം കണ്ടു മുഹമ്മദ്? കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്കൊരു സങ്കല്പത്തിലുണ്ടല്ലേ മാലാഖ എന്ന് പറഞ്ഞ ആരാണല്ലേ? ഓക്കെ, അപ്പോ ഏഞ്ചൽ എന്ന് പറഞ്ഞ അർത്ഥം മാലാഖ എന്നാണ്. അപ്പൊ മാലാഖയെ പോലെ ദൈവദൂതനെ പോലെ എന്നല്ലോ എന്നാണ് അർത്ഥം. നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്ന ആളല്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? മാലാഖയെ പോലെ ആസന്ന മരരായ സഹോദരങ്ങൾക്ക്, മരിക്കാനായവരെ അടുത്ത് സഹോദരങ്ങൾക്ക് മുന്നിൽ എന്ത്? ഒരു മാലാഖയെ പോലെ, ദൈവത്തിന്റെ ദൂത് അല്ലെ, ദൈവം പറഞ്ഞിട്ടവരെ പോലെ ആരെത്തി? പറന്നെത്തി മദർ തെരേസ. അപ്പൊ മദർ തെരേസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയുള്ള വ്യക്തിത്വമായിരുന്നു എന്ന്? യൂഗോസ്ലാവിയ, ഇനി മദർ തെരേസിനെ പറ്റി പറയാണേ, ശ്രദ്ധിക്കണം. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ ഭൂജാതയായി. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മദർ ഷിസ, ലിസൺ ഹിയർ ഷിസ. ഞാനിത് മുമ്പ് പഠിച്ചിനി 3ാം ക്ലാസ്സിൽ. മുഹമ്മദാണ് മിസ്സേ, ഞാനാ പഠിച്ചത്. മുഹമ്മദ് കെയാ? ഞാനാ പഠിച്ചിനി. നീ എഴുതുന്ന 3 പഠിച്ചേ? ഈ പാടാൻ പഠിച്ചോ? മദർ തെരേസനെ പറ്റി അല്ലേ പഠിച്ചിട്ടുണ്ടോ? ഏതാ പറഞ്ഞിരുന്നേ? ഇതുവരെ പറഞ്ഞതാ, പഠിച്ചതാ? ഓക്കെ, അപ്പോ മദർ തെരേസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 1997 സെപ്റ്റംബർ 5, അതായത് അന്ന് എന്താണ്? മദർ തെരേസ ലോകത്തോട് വിട പറഞ്ഞ ദിവസം, അതായത് മദർ തെരേസ മരിച്ച ദിവസമാണ് അന്ന്. ലോക ജനതയെ, അതായത് ലോക ജനത പറഞ്ഞ എന്താ? ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ അല്ലെ? ലോക ജനത. ഓക്കെ, ലോക ജനതയെ മുഴുവൻ ഞെട്ടിക്കുകയും കണ്ണീരിലാക്കുകയും. പെട്ടെന്ന് വിചാരിക്കാത്ത ഒരാളെ മരിക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും അല്ലെ? പിന്നെന്താ ഉണ്ടാവുക? നമ്മൾ മരിച്ച എന്ത് ചെയ്യും? കരയും അല്ലെ ചിലവര്? ഓക്കെ, അപ്പൊ കണ്ണീരിലാഴ്ത്തുക, കരയിക്കുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു ആര്? മദർ തെരേസ മരിച്ച ദിവസം. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന, മാതൃക പറഞ്ഞറിയില്ലേ? ദൈവസ്നേഹത്തിന്റെ, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും, അന്യോന്യമുള്ള സ്നേഹം, പരസ്നേഹം, സ്നേഹത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന മദർ തെരേസ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസമാണ് 1997 സെപ്റ്റംബർ 5. മുഹമ്മദ് റിവൈസിന് ക്ലിയർ ആവുന്നുണ്ടോ? സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി തുടങ്ങിയാലും 3 മണിക്കേ തീരുള്ളൂ. മിസ് എല്ലാരും മ്യൂട്ട് ചെയ്യ. വേണ്ട മിസ്സേ, നമ്മൾ തന്നെ മ്യൂട്ട് ചെയ്തോളാം. എല്ലാരും ഇപ്പൊ മ്യൂട്ട് ചെയ്തേ, സ്വന്തം മ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് റിഹാൻ. എഡ്വിൻ മോനെ ശ്രദ്ധിക്കണേ. ഓക്കെ, സ്നേഹവും സേവനവും പ്രാർത്ഥനയും വഴി ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവം ചില മഹത്തുക്കളിൽ ഒരുവളായിരുന്നു ദയാമയ്യായ ഈ അമ്മ. മദർ തെരേസനെ പറ്റി ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു മദർ തെരേസയുടേത് അല്ലെ?
Okay, all of you listen here. Lakshmi Priya. എന്റെ സഹോദരിൽ ഏറ്റവും എളിയവനെ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന തിരുവചനം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പാവങ്ങളിലും നിരാലംബരിലും രോഗികളിലും അവർ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചു. അതായത് പാവങ്ങളിലും രോഗികളിലും ആശ്രയമില്ലാത്തവരിലും ഒക്കെ എന്താണ് മദർ തെരേസ കണ്ടത്? ദൈവത്തിന്റെ തന്നെ രൂപമായിരുന്നു അല്ലെ? തിരുമുഖം ദർശിക്കുവാനെ കാണുക. ഓക്കെ. ആസന്നമരായ സഹോദരങ്ങൾക്ക്, അതായത് മരിക്കാരായ മനുഷ്യർക്ക് മുമ്പിൽ എന്താ ചെയ്ത്? ഒരു മാലാഖയെ പോലെ അദ്ദേഹം പറഞ്ഞെത്തി. അതാ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? റിവൈസ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കണേ, അവരുടെ ഇതാ പറയുന്നത് യൂഗോസ്ലാവിയയിലെ യൂഗോസ്ലോവിയയിലെ ഒരു ചെറിയ പട്ടണമാണ് സ്കോപ്ജെ. അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് 27 മദർ തെരേസ പൂജാരിയായി. അണ്ടർലൈൻ ചെയ്തേത്? പെൻസിലുണ്ടോ എടുത്തിട്ട് അണ്ടർലൈൻ ചെയ്ത് നോക്കൂ. ഓക്കെ. അപ്പൊ എപ്പോഴാണ്, എവിടെയാ ജനിച്ചത്? മദർ തെരേസ എന്ന് എവിടെ ജനിച്ചു? യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമായ സ്കോപ്ജയിൽ 1910 ഓഗസ്റ്റ് 27 ആര് ജനിച്ചു? മദർ തെരേസ പൂജാരിയായി പറഞ്ഞ ജനിക്കുക. ഓക്കെ. നെക്സ്റ്റ്, കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? അണ്ടർലൈൻ ചെയ്തോ? ആഗ്നസ്. മദർ തെരേസയുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ആഗ്നസ്. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളായിരുന്നു ആര്? ആഗ്നസ്. ആഗ്നസ് എന്നായിരുന്നു കുട്ടിക്കാലത്തെ മദർ തെരേസയുടെ പേര്. 3 മക്കളിൽ ഇളയവളായിരുന്നു മദർ തെരേസ അല്ലെ? ആഗ്നസ്. ചുവന്നു തൊടുത്ത ആ പെൺകുട്ടിയെ എങ്ങനെയായിരുന്നു? അല്ല, സുന്ദരിയായിരുന്നു. ചുവന്നു തൊടുത്തിട്ടായിരുന്നു. എന്താ വിളിച്ചത്? ഹോങ്സ് എന്നും വിളിച്ചിരുന്നു. ഹോക്സ് എന്ന പേരിന്റെ അർത്ഥം എന്താ? പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ചുവന്നു തൊടുത്ത ആ പെൺകുട്ടിയെ എന്ത് വിളിച്ചു? ആഗ്നസിന്റെ അർത്ഥമല്ലേ പൂമുട്ട്? ആഗ്നസിന്റെ ആ കുടുംബത്തിന് ഇല്ല. ഹോക്സ്, മനസ്സിലായില്ലേ? ഹോക്സ് എന്നും വിളിച്ചിരുന്നു. എന്തുകൊണ്ട്? ചുവന്നു കൊടുത്ത പെൺകുട്ടി ആയതുകൊണ്ട്. ഹോക്സ് എന്ന പേരിന്റെ അർത്ഥം എന്താ? പൂമൊട്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും താല്പര്യമായിരുന്നു. താല്പര്യമില്ല. യെസ്, എന്താ ഡൗട്ട് ഷഹബാസ്? അത് മിസ്സിന്റെ അല്ല, എന്റെ കുഴപ്പമില്ലടാ, നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഇവിടെ ആർക്കെങ്കിലും ക്ലിയർ കുറവുണ്ടോ? ഇപ്പോ കുറെ കുട്ടികൾക്ക് നല്ല ക്ലിയർ ഉണ്ടല്ലോ. അതെ, അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലായി വരുന്ന പ്രശ്നമാണ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? മാതാപിതാക്കൾ ഈശ്വര വിശ്വാസത്തിലും പരസേവന പ്രവർത്തനങ്ങളിലും താല്പര്യമായിരുന്നു. മാതാപിതാക്കൾ, അതായത് ആഗ്നസിന്റെ മാതാപിതാക്കള് ഈശ്വര വിശ്വാസം അറിയില്ല നിങ്ങൾക്ക്? ഈശ്വരനെ വിശ്വസിക്കുന്നത്. പിന്നെയോ പരസേവന പ്രവർത്തനങ്ങളിൽ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും താല്പര്യരായിരുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവരായിരുന്നു, അത് ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ആര്? മാതാപിതാക്കൾ. ആരുടെ മാതാപിതാക്കൾ? ആഗ്നസിന്റെ മാതാപിതാക്കൾ പരസേവന പ്രവർത്തനങ്ങൾ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഈശ്വര വിശ്വാസത്തിലും താല്പര്യമുള്ളവരായിരുന്നു. അവരുടെ സ്വാധീനം മകളിലും അനുഭവപ്പെട്ടതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അല്ലെ? അച്ഛനമ്മമാരുടെ സ്വഭാവം സ്വാഭാവികമായും മക്കൾക്കും പകർന്നു കിട്ടും അല്ലെ? അതുകൊണ്ട് അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കണം. മുഹമ്മദ് ഒരു പ്രോപ്പർ പ്ലേസിൽ ഇരുന്നേ മോൻ, അനങ്ങല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. മൊബൈൽ ഒന്ന് ശരിക്കും അവിടെ വെച്ചേ.
ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ സ്കോപ്ജയിലെ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്ന പിതാവ് അകാല ചരമം പ്രാപിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ആഗ്നസിന്റെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ അച്ഛൻ മരിച്ചുപോയി അല്ലെ. അകാല ചരമം പ്രാപിക്കുക പറഞ്ഞാല് അധികം ആവുന്നതിന് മുമ്പേ, അതായത് ചെറുപ്പത്തിലെ മരിച്ചുപോയി. ആ കുടുംബത്തെ കഥനക്കടൽ, കടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം, ദുഃഖക്കടലിൽ, അങ്ങനെ അത്രയും ദുഃഖമായിരിക്കും അല്ലെ. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാല് ആ കുടുംബത്തിന്റെ താങ്ങും തണലും ആയിരിക്കും അല്ലെ അദ്ദേഹം അച്ഛൻ. അതുകൊണ്ട് ആ കുടുംബത്തെ കഥനക്കടലിലാക്കിയ വലിയൊരു സംഭവമായിരുന്നു എന്ത്? അച്ഛന്റെ മരണം. ആ കുടുംബത്തെ ദുഃഖക്കടലിലാക്കിയ ഒരു വലിയ സംഭവമായിരുന്നു അത് അല്ലെ. പിന്നെന്താ പറയുന്നത്? ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന് ആ കുടുംബം മുന്നോട്ട് നീങ്ങി അല്ലെ. അച്ഛനായിരിക്കും നമുക്ക് വീട്ടില് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് അല്ലെ. ഗൃഹനാഥനായ അച്ഛനായിരിക്കും. അതുകൊണ്ട് അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചത് ആ കുടുംബത്തിലെ ക്ലേശ കഥനക്കടലിലായിട്ട്, അതുകൊണ്ട് ക്ലേശത്തിന്റെ കുരിശുകൾ ചുമന്ന ആ കുടുംബം മുന്നോട്ട് നീങ്ങി അല്ലെ. അങ്ങനെയാ പറഞ്ഞത്. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആ ആഗ്രഹം. എന്തായിരുന്നു ആഗ്നസിന്റെ ആഗ്രഹം? എന്തായിരുന്നു? ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആഗ്നസിന്റെ ആഗ്രഹം. 12 വയസ്സായപ്പോൾ ആഗ്നസിൽ ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആഗ്രഹം. അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു അല്ലെ. എന്താവാനാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഹോമിക്കുക പറഞ്ഞാല്? കന്യാസ്ത്രീ ആവാനല്ലേ. ഓക്കെ. അപ്പോ അതിന് അനുവാദം, അതായത് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക പറഞ്ഞാൽ കന്യാസ്ത്രീ ആയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുക അല്ലെ. അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകലായിരുന്നു അല്ലെ. അതല്ലേ കന്യാസ്ത്രീ ആവുക. അപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ആർക്ക് പൊട്ടിമുളച്ചു? 12-ാമത്തെ വയസ്സായപ്പോൾ ആഗ്നസിന് ഉണ്ടായി. പക്ഷേ അതിന് അമ്മയുടെ അനുവാദം കിട്ടാൻ ആഗ്നസിന് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു അല്ലെ. അമ്മ ചിലപ്പോ ആദ്യം അനുവാദം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 18-ാമത്തെ വയസ്സിൽ ആ ആഗ്രഹം സാഫല്യത്തിലെത്തി. അപ്പൊ 18 വയസ്സാകുമ്പോ അമ്മയുടെ അനുവാദം കിട്ടി അല്ലെ. ആഗ്നസ് കന്യകാമഠത്തിൽ ചേർന്നു. കൽക്കത്തയിൽ സേവനം അർപ്പിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. 1929 ജനുവരി 6-ാം തീയതി ആഗ്നസ് കൽക്കത്തയിൽ എത്തി. 2 വർഷത്തെ നവസന്യാസിനി പരിശീലനത്തിന് ശേഷം ഒരു ലൊറേറ്റ കന്യാസ്ത്രീയായി അവർ വ്രത വാഗ്ദാനം ചെയ്തു. ഇതോടെ ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടു. അതോടെ എന്തായി? 2 വർഷത്തെ നവസന്യാസിനി പരിശീലനത്തിന് ശേഷം ഒരു ലൊറേറ്റ കന്യാസ്ത്രീയായി അവർ വ്രത വാഗ്ദാനം ചെയ്തു അല്ലെ. പിന്നെയോ ഇതോടെ ആഗ്നസ് എന്തായി ഈ പേരിൽ അറിയപ്പെട്ടു? സിസ്റ്റർ മേരി തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടു. കുറെ കാലം അവർ ഒരു അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്നു. നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. സദാ ലാളിത്യവും സന്മനോഭാവവും വച്ചു പുലർത്തിയ ഒരമ്മ. എങ്ങനെയായിരുന്നു അദ്ദേഹം? ഏഞ്ചലെ എന്നാ പരിപാടി? നിത്യവ്രത വാഗ്ദാനത്തോടുകൂടി സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. സദാ ലാളിത്യവും സന്മനോഭാവവും വച്ചു പുലർത്തിയ ഒരമ്മയായിരുന്നു ആര്? സിസ്റ്റർ തെരേസ, അതായത് മദർ തെരേസ അല്ലെ. നമുക്ക് ഇന്ന് അത്രപ്പോരെ മതി അല്ലെ. ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പോ നമ്മൾ മദർ തെരേസയെ പറ്റിയാ പറഞ്ഞത്. യൂഗോസ്ലാവിയയിലെ ഒരു ചെറിയ പട്ടണമായ സ്കോപ്ജയിൽ എപ്പോഴാണ് ജനിച്ചത്? 1910 ഓഗസ്റ്റ് 27-നാണ് മദർ തെരേസ ജനിച്ചത്. എപ്പോഴാ മരിച്ചത്? അതെ അല്ലെ. അവർ മരിച്ചത് എപ്പോഴാ? 1997 സെപ്റ്റംബർ 5-ന് അല്ലെ. റിഹാൻ, ലിസൺ ഹിയർ റിഹാൻ. ഇത്രയോട്ടൊന്ന് ക്ലാസ്സും കഴിഞ്ഞാ കൊറേ സമയം ഉണ്ട്. ഇഷ്ടപ്പെട്ടായിരിക്കും.
അപ്പൊ സമയം പോട്ടെ മിസ്സേ 2:30 തുടങ്ങിയ ക്ലാസ് അല്ലേ 3 മണിയാകുമ്പം തീരൂലേ 3:15 3:15 തീരും. 2:30 തുടങ്ങിയാല് റിഹാൻ കൊറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ തുടങ്ങി റിഹാന് നേരെ നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കല്ലോ. ഓക്കെ അപ്പൊ കുട്ടിക്കാലത്തെ എന്താ എഡ്വിൻ? ഡിക്റ്റേഷൻ നാളെയല്ലേ? അതെ, നാളെ ഉണ്ടാവും എക്സാം. നാളെ 4 മണിക്കാണ് മിസ്സേ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു മദർ തെരേസയുടെ? എന്തായിരുന്നു? ആഗ്നസ്. പിന്നെ ആഗ്നസിനെ വേറെ എന്ത് വിളിച്ചിരുന്നു? എന്ത് പേരിലും കൂടെ വിളിച്ചിരുന്നു? ഹോക്സ്. ഹോക്സ് എന്ന പേരിന്റെ അർത്ഥം എന്താ? ഫോക്സ് പറഞ്ഞാല് പൂമൊട്ട് എന്നർത്ഥം. ഫോക്സ് അല്ല ഞാൻ ചോദിച്ചിന്, ഫോക്സ്. ഓക്കെ, അപ്പൊ 12 വയസ്സായപ്പോൾ എന്ത് തോന്നി ആഗ്നസിന്? ഒരാഗ്രഹം പൊട്ടിമുളച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതായിരുന്നു ആഗ്രഹം. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ആ ആഗ്രഹം സാഫല്യത്തിലെത്തി അല്ലേ? ആഗ്നസ് കന്യകാ മഠത്തിൽ ചേർന്നു. പിന്നെയോ കൽക്കത്തയിൽ സേവനമർപ്പിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. 1929 ജനുവരി 6-ാം തീയതി ആഗ്നസ് കൽക്കത്തയിലെത്തി. 2 വർഷത്തെ നവസന്യാസിനി ജീവിതത്തിന് പരിശീലനത്തിന് ശേഷം സിസ്റ്റർ മേരി തെരേസ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു അല്ലേ? അപ്പൊ നമ്മള് ഇത്രയും പഠിച്ചു മദർ തെരേസയെ പറ്റി. ഓക്കെ, അപ്പൊ ഇന്നെടുത്തത് അവിടെ നോട്ട് ചെയ്തോ. അത്ര വരെ പഠിച്ചു. അപ്പൊ നെക്സ്റ്റ് ദിവസം ബാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സില് എന്തായാലും റിവൈസ് പോയോ? എക്സാം ഉണ്ട് കേട്ടോ. 2ാമത്തെ പാഠം കംപ്ലീറ്റ് പഠിച്ചിട്ട് വന്നാൽ മതി. ആരും ആ ടെക്സ്റ്റ് നോട്ട് നോക്കി എഴുതാമെന്നും വിചാരിച്ച ആരും വരണ്ട. നല്ലപോലെ പഠിച്ചിട്ട് മാത്രം വന്നാൽ മതി. മിസ്സിന്റെ ഗ്രൂപ്പിനകത്തോട്ട് മിസ്സിന്റെ വോയിസ് മെസ്സേജ് വിട്. നാളെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. 6th അല്ല, ഞാൻ വിചാരിച്ചു 5 ഉമ്മാകൽ അന്നേ അറിയാം. അതെ, എല്ലാവർക്കും സത്യം. കണ്ടോ, ഉമ്മമാരെല്ലാം പറഞ്ഞ അന്നേരെ മുഹമ്മദിന്റെ എല്ലാം ഉമ്മ റെഡി ആയിട്ട് പറഞ്ഞ അന്നേ ഏൽപ്പിച്ച അവനാ. എല്ലാവർക്കും ഇപ്പൊ അറിയാം എക്സാം ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഡിക്റ്റേഷൻ ഇല്ലല്ലോ. ഫസ്റ്റ് അല്ല, സെക്കൻഡ് കേട്ടോ, 2ാമത്തെ പാഠം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. ഏത് മുഹമ്മദ്? കാരുണ്യത്തിന്റെ ആയില്ല, ക്ലാസ് തുടങ്ങിയായിരുന്നു. ഹായ് ഗോഡ്വിൻ. എന്നെ അറിയാവോ? അയ്യോ, അറിയില്ലല്ലോ ഗോഡ്വിൻ. എനക്ക് അറിയെങ്കിൽ ചോദിച്ചാ മതി. അതെ, അപ്പൊ അറിയാട്ടോ. ഗോഡ്വിൻ പേര്? ആ, ഗോഡ്വിൻ. ഒരു ഗോഡ്വിൻ ഉണ്ട്. ഏത് ഗോഡ്വിനാന്നൊന്നും അറിയില്ല. എപ്പ ഗോഡ് പോകുന്നു എപ്പ ഗോഡ് വരുന്നെന്ന് അറിയാനാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. See you. Bye. നൈജൽ ബൈ. കൊറേ ആളെ കൂട്ടിട്ട് ബൈ പറയാനാ? എനിക്ക് ഒട്ടാക്കാൻ അറിയാം. ഓക്കെ മുഹമ്മദേ, നിനക്ക് അനിയനുമില്ല അല്ലേ മുഹമ്മദേ? കൂട്ടിട്ട് വരാൻ 2 ആളുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് വരാം.
അപ്പൊ ബൈ. ബൈ മിസ്. ബൈ മിസ്. ബൈ.